ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം. പേജ് നമ്പർ 10 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിന് മുന്നേ നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് ഇൻ എനി വേ യു ലൈക്ക് ആസ് മെൻ്റൽ മാത്ത്, ആസ് ആൻ ഇക്വേഷൻ വിത്ത് എ സിംഗിൾ ലെറ്റർ ഓർ ആസ് എ പെയർ ഓഫ് ഇക്വേഷൻ വിത്ത് 2 ലെറ്റേഴ്സ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഉത്തരം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. Priya bought a bag and a pair of slippers for 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and price of the bag? പ്രിയ ഒരു ബാഗ് വാങ്ങി, പിന്നെ ഒരു ജോഡി ചെരുപ്പും വാങ്ങി. രണ്ടും കൂടി ചേർത്ത് 1100 രൂപയാണ്. The bag cost 300 rupees more than the slippers. ചെരുപ്പിൻ്റെ വില എത്രയാണോ അതിനേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിന് എങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്, ചെരുപ്പുകളുടെ വില എത്ര, ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ബാഗ്, ബാഗിൻ്റെ വില എത്ര നോക്കാം. ദ കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കാം. ദെൻ ബാഗ് കോസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് ബാഗ് കോസ്റ്റ് ഈസ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പർ. സ്ലിപ്പറിനേക്കാളും 300 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 300 കൂടുതലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇതിനോടുകൂടി എത്ര കൂട്ടണം, 300 കൂടുതലാണ്. സ്ലിപ്പറിൻ്റെ വില എന്താണോ അതിനേക്കാളും 300 കൂടുതലാണ് ബാഗിൻ്റെ വില. ഇത് രണ്ടും കൂടി വാങ്ങിയപ്പോൾ എത്ര രൂപയായി എന്ന് പറയുന്നുണ്ട്, 1100 രൂപ. സോ എക്സ് പ്ലസ് 300 ഇസ് ഈക്വൽ ടു 1100. ഇതിനകത്തുനിന്ന് നമുക്ക് എക്സ് പ്ലസ് എക്സ് എന്തെന്ന് എഴുതാം, 2x ഈക്വൽ ടു 1100 മൈനസ് 300 എന്ന് എഴുതാമല്ലോ. ദെൻ 2x ഈക്വൽ ടു 1100 നിന്ന് 300 കുറച്ചാൽ 800. ദെൻ എക്സ് ഈക്വൽ ടു 800 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 400. അപ്പോൾ സ്ലിപ്പേഴ്സിൻ്റെ വില കിട്ടി. സ്ലിപ്പറിൻ്റെ വില എത്രയാണ്, 400 രൂപയാണ്. അതിനേക്കാളും 300 കൂടുതൽ, 400ഉം 300ഉം ചേർത്താൽ 700 രൂപയാണ് എന്ത്, ബാഗിൻ്റെ വില. ഇതാണ് രണ്ടിൻ്റെയും വില. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. ദ സം ഓഫ് 2 numbers ഈസ് 26 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുക 26ഉം അതേ സംഖ്യകളുടെ വ്യത്യാസം എന്നത് 4ഉമാണെങ്കിൽ ഏതൊക്കെയാണ് ആ രണ്ട് സംഖ്യകൾ നോക്കാം. ഇവിടെ സം ഓഫ് 2 numbers ഈസ് 26 എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ രണ്ട് നമ്പറിനെ ഒരാളെ നമ്മൾ എക്സ് ആയിട്ടും ഒരാൾ വൈ ആയിട്ടും കൺസിഡർ ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. ദെൻ ദ ഡിഫറൻസ് ഓഫ് ദാറ്റ് നമ്പേഴ്സ് ഈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. ഇനി ഇവിടെ രണ്ട് ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും വെച്ചാൽ ആഡിങ് 1 and 2, അപ്പോൾ ഒരാൾ എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്താണ്, 2x വരും. പ്ലസ് വൈയും മൈനസ് വൈയും 0 ആയി പോവും. 26 4 30 ഫുള്ളായിട്ട് ആഡിങ് ത്രൂ ഔട്ട് ഓൾ ദ ഇക്വേഷൻസ്, ഓൾ ദ ലെറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. സോ എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 50. നോക്കിക്കേ, ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 15 പ്ലസ് വൈ ഈക്വൽ ടു 26. സോ വൈ ഈക്വൽ ടു 26 മൈനസ് 15 എത്രയാണ്, വൈ ഈസ് ഈക്വൽ ടു 11. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26ഉം ഡിഫറൻസ് 4ഉം വരുന്നത്. നോക്കിക്കേ, 15ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 4. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 4ആണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 15ഉം 11ഉം. 15 പ്ലസ് 11 എത്രയാണ്, 26. ഇതാണ് രണ്ട് നമ്പേഴ്സ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 centimeters ആൻഡ് വൺ സൈഡ് ഈസ് 8 centimeter ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ 40 തന്നിട്ടുണ്ട്. ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ് എങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം.
ഇവിടെ നമുക്ക് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. അതായത് 2 ഇൻറ്റു രണ്ട് സൈഡ്സിൻ്റെ സം, ഈ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മിൻ്റെ 2 മടങ്ങാണ് പെരിമീറ്റർ. അതായത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈക്വൽ ടു എത്രയാണ് 14 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ എൽ പ്ലസ് ബി ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2 എൽ പ്ലസ് ബി ഈക്വൽ ടു 20 എന്ന് എഴുതാമല്ലോ. അതായത് ഈ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ 20 ആണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. സോ ഈ നമ്പർ എക്സ് ആണെങ്കിൽ ഇയാളേക്കാളും 8 കൂടുതലാണ് നീളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് പ്ലസ് 8 ഇത് രണ്ടും കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? എല്ലിൻ്റെ സ്ഥാനത്ത് x+8ഉം ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ എക്സും കൊടുത്താൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 20. അപ്പോൾ ഈ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x പ്ലസ് 8 ഈക്വൽ ടു 20. 2x ഈക്വൽ ടു 20 മൈനസ് 8, ദാറ്റ് ഈസ് 2x ഈക്വൽ ടു 12. x ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഈ പുള്ളിക്കാരൻ എത്രയാണ്? 6. ഇയാളെക്കാളും 8 കൂടുതൽ എന്ന് പറയുമ്പോൾ പ്ലസ് 6 പ്ലസ് 8 എത്ര? 8 6 14 വരും അല്ലേ? 14. നോക്കിക്കേ, 14 6 എത്രയാണ്? 20. കറക്റ്റാണ്. നമുക്ക് ഫുള്ളായിട്ട് ഇത് 40 ആണോ നോക്കാം. ശരിയല്ലേ? 14 14 28, 6 6 12, രണ്ടും കൂടി ആഡ് ചെയ്താൽ 40. ഇപ്പം എല്ലാം ഓക്കെ അല്ലേ? Fourth question. A wire 3.5 meters long is to be cut into 2 pieces. അതായത് 3.5 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ നമ്മൾ രണ്ടാക്കി മുറിച്ചു. വിത്ത് 1 piece bent into a square and other into an equilateral triangle. മുറിച്ചതിൽ ഒരു കഷ്ണം ഉപയോഗിച്ച് ഒരു സ്ക്വയർ നിർമ്മിച്ചു, മറ്റേ കഷ്ണം ഉപയോഗിച്ച് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളും നിർമ്മിച്ചു. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. എന്താണ്? ഒരു സ്ക്വയർ നിർമ്മിച്ച അതിൻ്റെ നീളവും ട്രയാങ്കിൾ നിർമ്മിച്ച അതിൻ്റെ പെരിമീറ്ററും എന്താണ്? സെയിം ആണ് എങ്കിൽ ഹൗ ഷുഡ് ദ വയർ ബി കട്ട്? എങ്ങനെയായിരിക്കും ആ കയർ മുറിച്ചിട്ടുണ്ടാവുക? നോക്കാം. ഇവിടെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പം ഈ 4 സൈഡും തുല്യ നീളമാണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിന് 4x എന്ന് വിളിക്കാം. ഇവിടെ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3ഉം സെയിം ലെങ്ത് ആയതുകൊണ്ട് നമുക്കതിനെ 3x എന്ന് വിളിക്കാം. അപ്പം ടോട്ടൽ പീസസ് എന്ന് പറയുന്നത് 4x പ്ലസ് 3x, അതാണല്ലോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 3.5 മീറ്ററിന് തുല്യമാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7x ഈക്വൽ ടു 3.5. സോ എക്സ് ഈക്വൽ ടു, ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷൻ ഒന്ന് ഫ്രാക്ഷൻ ആക്കാം. 3 2s are 6 plus 1 7/2 ഇൻറ്റു 7 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 7 ആവും. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു 1/2 മീറ്റർ. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 1/2, ഇത് 1/2, ഇത് 1/2, ഇത് 1/2, 1/2, 1/2, 1/2. 4 1/2 ചേരുമ്പോൾ അര, അരേ വരെ 1, 1.5, 2. ഇത് 2 മീറ്ററായി. ഇത് അര, അരയും 1, അര, 1.5, ഇത് 1.5. 2ഉം 1.5 ചേർത്താൽ അത്ര 2 1 3, 3.5 മീറ്റർ ആവുകയും ചെയ്തു. കണ്ടോ? പീസ് എങ്ങനെയാണ് മുറിച്ചതെന്ന് മനസ്സിലായോ? Fifth question. In a class, there are 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? ഒരു ക്ലാസ്സിൽ എത്രയാണ് ആൺകുട്ടികളുള്ളത്? അവരെക്കാളും 4 കുട്ടികൾ കൂടുതലാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 16 ആൺകുട്ടികളാണ് ഉള്ളതെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം 20 ആയിരിക്കും. വൺ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെർ ആബ്സെൻറ്റ്, ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പോൾ എന്താണ് കണക്ക്? പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൽ ഇരട്ടിയായി. നോർമലി പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടേതിനേക്കാൾ 4 കൂടുതലേ ഉള്ളൂ. ഒരു ദിവസം ബോയ്സ് 8 പേര് ആബ്സെൻ്റായി. അപ്പം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പം ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെ ഇരട്ടി എണ്ണം പെൺകുട്ടികൾ ക്ലാസ്സിലുണ്ട്. ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തത്തിൽ അവരുടെ റോളിൽ എത്ര കുട്ടികളുണ്ട്?
നോക്കാം. നമ്മളിവിടെ നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ളത് ഒരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണോ ബോയ്സ് ഉള്ളത് അതിനേക്കാളും 4 കൂടുതലാണ്. സോ എക്സ് പ്ലസ് 4. ഇനി ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഒരു ദിവസം 8 ആൺകുട്ടികൾ ആബ്സെൻ്റായി, അതായത് ഈ എക്സ് മൈനസ് 8. അപ്പം പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ കണ്ടീഷൻ എന്താ? ഇവരുടെ 2 മടങ്ങായി പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആബ്സെൻ്റായ ബോയ്സ് എത്രയാണോ അവരുടെ 2 മടങ്ങ് എടുത്താലേ എന്ത് കിട്ടുള്ളൂ? പെൺകുട്ടികളുടെ എണ്ണം കിട്ടുള്ളൂ. മനസ്സിലായോ? അയ്യോ, മുകളിലത്തെ കണ്ടില്ലേ? ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് വെച്ച് മറന്നുപോയി. ഒന്നുകൂടെ എഴുതാം. നമ്പർ ഓഫ് ബോയ്സ് എക്സ് എന്നെടുത്തു. നമ്പർ ഓഫ് ഗേൾസ് ഇവരെക്കാളും 4 കൂടുതൽ. ഈ ഒരു ദിവസം 8 ആൺകുട്ടികൾ ആബ്സെൻ്റായി, അതായത് എക്സിൽ നിന്ന് 8 പേര് വന്നില്ല, എക്സ് മൈനസ് 8. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എങ്ങനെയായി? ഈ ആബ്സെൻ്റായ ആൺകുട്ടികളുടെ 2 മടങ്ങ്, ദാറ്റ് ഈസ് 2 × എക്സ് മൈനസ് 8 = എക്സ് പ്ലസ് 4. സോ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 × എക്സ് 2x മൈനസ് 2 8s are 16 ഈക്വൽ ടു എക്സ് പ്ലസ് 4. ഇനി എക്സ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. 2x പ്ലസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആവും. മൈനസ് 16 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 16 എന്നാവും. സോ 2x മൈനസ് എക്സ് ഈക്വൽ ടു 16 4 20. ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? 20 എന്നും ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? 24. ശരിയല്ലേ? 20 നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 12. 12ൻ്റെ 2 മടങ്ങല്ലേ ഗേൾസിൻ്റെ എണ്ണം. കണ്ട, ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ടീച്ചർ ഉടനെ വരാം. ഇല്ല, 6 7 8 കൂടി ചെയ്യാനുണ്ടല്ലേ. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാമേ. ഞാൻ ബുക്ക് ഇപ്പോഴാണ് തിരിച്ച് നോക്കി, ഞാൻ ഓർത്തു അത്രയും ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഉടനെ തന്നെ ടീച്ചർ ബാക്കി 3 ക്വസ്റ്റ്യൻസുമായിട്ട് വേഗം വരാം. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാരോടൊക്കെ പറയണേ. ഓക്കെ.